നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. അത് ആരും ഡയഗ്നോസ്ഡ് ആയിട്ട് ഉപയോഗിക്കരുത്, സെൽഫിനായിട്ട് ഉപയോഗിക്കരുത്, അതേഴ്സിനായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് നല്ലൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലവ് അഡിക്ഷൻ ആണ്. ലവ് അഡിക്ഷൻ, ലിമറൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിമറൻസ് പോലെയല്ല, ഇത് കുറച്ചുകൂടെ ഡീപ്പറാണ്, കുറച്ചുകൂടെ സീരിയസ് ആണ്, കുറച്ചുകൂടെ ഡിസ്ട്രക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ലവ് അഡിക്ഷൻ നമ്മൾ എല്ലാവരും മനസ്സിലാക്കും. പ്രത്യേകിച്ച് നമ്മൾ വിക്ടിംസിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് ലവ് അഡിക്ഷൻ. ലവ് അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അബ്യൂസിന്റെ കയ്യിലാണ് പെട്ടുപോയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ നമ്മൾ പറയുന്നില്ല കോഞ്ഞാട്ടയാകുക എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഡീപ്പായിട്ടുള്ള ഒരു ഹെല്ലിലേക്ക് നമ്മൾ വീണു പോകും. ആ ഹെല്ലെന്ന് പറയുന്നത് നമുക്ക് അത്രയും ടോർച്ചറും അത്രയും പെയിൻഫുള്ളുമായിരിക്കും. കാരണം നമ്മൾ അഡിക്റ്റഡ് ടു ദാറ്റ് ലവ് ആയി. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒബ്സസീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ ഭാഗം പോലെ തന്നെ വരുന്ന ഒരു സാധനമാണ് അഡിക്റ്റഡ് ടു ദിസ് ലവ് ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ആണ്. അപ്പം ആ ഒരു വ്യക്തി, നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്, അവിടെ ഒരു അൺഹെൽത്തി ഫിക്സേഷൻ ടു ദ പാർട്ടി, ഫിക്സേഷൻ, അതിൽ ഉറച്ചു പോവുക, അങ്ങനെ ഫിക്സ് ആയിരിക്കുക. അവിടുന്ന് പിന്നെ മാറാൻ പറ്റത്തില്ല. എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് മാറാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതി വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സഫർ ചെയ്യും. അതിനകത്ത് അബ്യൂസ് വന്നാലും ശരി, എന്ത് വന്നാലും ശരി, ഐ കനോട്ട് ഡിറ്റാച്ച് ഫ്രം ദിസ് പേഴ്സൺ. അത് ഡിറ്റാച്ച് ചെയ്യും നമ്മൾ. ചിലപ്പോൾ നമ്മൾ ഡിവോഴ്സിലേക്ക് പോകും, സെപ്പറേഷനിലേക്ക് പോകും. നമ്മൾ എത്രയൊക്കെ നമ്മൾ മാറി നിൽക്കാൻ നോക്കിയാലും നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും ആ വ്യക്തിയിലേക്ക്. ആ രീതിക്ക് നമ്മൾ ഈ വ്യക്തിയുമായിട്ട്, അത് ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഒന്നും അല്ല കേട്ടോ. ശരിക്കും നമ്മൾ ലോങ് ടേമിൽ നമുക്ക് തന്നെ അറിയാതെ നമ്മൾ അതിൽ തന്നെ ഇരിക്കും. അയാളുടെ ചിന്തകളിൽ, അയാളുടെ മെമ്മറീസിൽ, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെയായിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും. അതിനകത്ത് നമുക്ക് ഫീലിംഗ് ഓഫ് ലോസ്റ്റ്, നമുക്ക് ഈ വ്യക്തിയുമായിട്ടല്ലാതിരിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്കൊരു ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടാവും. ഞാൻ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഈ വ്യക്തിയുമായിട്ടല്ലെങ്കിൽ നമ്മൾ വിത്തൗട്ട് ദാറ്റ് പേഴ്സൺ, വിത്തൗട്ട് ദാറ്റ് പാർട്ട്ണർ എന്ന് നമുക്ക് പറയാം. ഏത് പാർട്ട്ണറുമായിട്ടാണോ എനിക്ക് ലവ് അഡിക്ഷൻ ഉണ്ടായിരിക്കുന്നത്, ആ പാർട്ട്ണറിൽ നിന്ന് ഞാൻ വിട്ട് കഴിയുമ്പോഴത്തേനും ആ പാർട്ട്ണർ അവിടെ ഇല്ലെങ്കിൽ, ആ വിത്തൗട്ട് ദാറ്റ് പാർട്ട്ണർ ഐ ഫീൽ അപ്റൂട്ടഡ്. അതായത് എൻ്റെ വേരൊക്കെ ചെടി പിഴുത് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയോ കിടക്കുന്നു, എനിക്കിനി ഒന്നുമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് നമ്മളിങ്ങനെ സ്ട്രക്ക് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഓവർലി ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ് പാർട്ട്ണർ. ആ പാർട്ട്ണറുടെ മുകളിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഓവർലി ഡിപ്പെൻഡൻസ് ഉണ്ടാവും. അയാളിലൂടെയാണ് ഞാൻ എൻ്റെ ഇമോഷണൽ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് വരും. പിന്നെ വരുന്നത് ഓവർ പ്രയോറിറ്റൈസേഷൻ ഓഫ് ആ പെർട്ടിക്കുലർ പാർട്ട്ണർ ഓവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. നമ്മുടെ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിട്ടിട്ട്, അല്ലെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയും റിലേഷൻഷിപ്പ് ശരിയല്ല, ഇത് നീ അങ്ങനെ ആക്കല്ല, നിന്റെ ഗുണത്തിന് വേണ്ടി പറയുന്നതാണ്. ചിലപ്പോൾ നമ്മളെ അതിൽ നിന്നൊക്കെ പേരൻസ് ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് പറയണം യു നീഡ് ടു ബി കെയർഫുൾ. ചിലപ്പോൾ നമ്മുടെ പേരൻസ്, എനിക്ക് അങ്ങനത്തെ ഒത്തിരി ഇതറിയാം. പേരൻസ് ഒക്കെ പറയും ഞങ്ങൾ ഇനി മിണ്ടില്ല നിന്നോട്, നിന്റെ ജീവിതം നീ കൊണ്ട് കളയാണ്. അപ്പോഴാണ് ചിലർ എന്നോട് പറയുന്നത് മാമ എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയൊന്നും ഇല്ല. ആരുണ്ടെങ്കിലും ആരില്ലേലും നിങ്ങളാണ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന്. ഇവിടെ ഈ ലവ് അഡിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പേരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കൂട്ടത്തിൽ നിന്ന്, ഫ്രണ്ട്സ് വരെ കൂട്ടത്തിൽ നിന്ന് അവരോട് സപ്പോർട്ട് ചെയ്യുന്നത് നീ ചെയ്യരുതേ ചെയ്യരുതേ ചെയ്യരുതേ. എന്നിട്ട് ഇവരെ എല്ലാം ഒളിച്ച്, ഇവരെ എല്ലാം പാത്ത് ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ, ഈവൻ ഇഫ് യു ആർ ഡിവോഴ്സ്ഡ് ഓൾസോ യു സ്റ്റിൽ ഫീൽ ദാറ്റ് നീഡ് ടു ബി കണക്റ്റഡ് ആൻഡ് യു വിൽ ട്രൈ ടു. നിങ്ങളാ അതിന്റെ ഇതെടുക്കുന്നത്. അവിടുന്ന് ഒരു ഇനീഷ്യേഷൻ പോലും വരണമെന്നില്ല, അങ്ങോട്ട് ചെറുതായിട്ടൊരു ട്രിഗർ പോലെ അയക്കും. അപ്പൊ അവർ പിന്നെ ഇങ്ങോട്ട് കണക്റ്റഡ് ആവും. അവർക്കറിയാം ഈ ട്രിഗർ വരുമെന്ന്. പ്രത്യേകിച്ച് ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം എങ്ങനെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയാം. ആ ട്രിഗറിൽ നിന്ന് അവർ പിടിച്ചു കയറും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആകും അവരില്ലെങ്കിൽ. അവരുടെ ആ ഒരു ലവ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ റൊമാൻസ് നമ്മളിലേക്ക് വരാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും. കാരണം നമ്മൾ ഓവർലി ഒബ്സസ്ഡ് ആണ് വിത്ത് ദെയർ ആ ഒരു റൊമാൻറ്റിക് അഡ്വാൻസസ് they make towards us and the love interest of that person. ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ, അതിലേക്കൊരു അഡിക്ഷൻ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്പ് കണക്ഷൻ ഫോം ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയ പോലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ ഐ എം നോട്ട് ഇൻ ദിസ് വേൾഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മളിങ്ങനെ ലോസ്റ്റ് ആയിട്ടിരിക്കും. ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ അബ്യൂസീവ് ആൾക്കാരുടെ ഇത് ഭയങ്കര ടോക്സിക് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയും, ടോക്സിക് പേഴ്സൺസ് ആർ ലൈക്ക് വെനമസ് സ്നേക്സ് ആണ്. സ്നേക്സ് പോലെ തന്നെയാണ്. അവർ കടിച്ചില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ വിഷം ഇല്ലാതാകുന്നില്ല. എപ്പോൾ കടിച്ചാലും വിഷം വരും.
അപ്പൊ ഇവരുടെയൊക്കെ പലപ്പോഴും ഇവർ കുറച്ചൊക്കെ മാറി നിന്നിട്ട് പിന്നെ ട്രിഗർ ഇങ്ങനെ പതുക്കെ ചെല്ലുമ്പോൾ പിന്നെ ഇവരുടെ സ്വീറ്റ് ടോക്കിലേക്കാണ് ആദ്യം പോകുന്നത്. പയ്യെ ഇങ്ങനെ സ്വീറ്റ് ടോക്കിൽ അട്രാക്ഷൻ വന്നത്. പക്ഷെ ഒരു സൈഡിൽ എത്തുമ്പോൾ ഇവർ തീർച്ചയായിട്ടും കടിച്ചിരിക്കും, അന്നേരം പെട്ടെന്ന് വിട്ടുമാറും. എന്നാലും ഇവർക്ക് പിന്നെ ഫീലിംഗ് ആണ് വീണ്ടും കണക്ട് ചെയ്യാനായിട്ട്. അപ്പം ഒരു ടോക്സിക് പേഴ്സൺ എന്ന് പറയുന്ന ഒരു വെനമസ് സ്നേക്ക് പോലെ തന്നെയാണ്. അപ്പം ഒരിക്കൽ കടിച്ചാൽ വിഷം ഉറപ്പാണ്. കടിക്കാതെ കൊണ്ടുപോകുന്നതാണ് പലരുടെയും ട്രിക്കുകൾ അതിനകത്ത്. പക്ഷെ കടിച്ചാലും അങ്ങനെയൊക്കെ വന്നാലും ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും ഇവർക്ക് വിട്ടുപോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ്ലി പുവർ ആയിരിക്കും. വളരെ പുവർ ഡിസിഷൻ മേക്കേഴ്സ് ആണ്, വളരെ വീക്ക് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. കാരണം ആ ഇമോഷൻ ഓവർവെൽമിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ ഇമോഷണലി മാത്രമേ അവർ ഡിസിഷൻ എടുക്കത്തുള്ളൂ. ചിലപ്പോൾ അവർ ജോബ് ക്വിറ്റ് ചെയ്യും, ഫാമിലിയിൽ നിന്ന് വിട്ടുപോകും, അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം വേണ്ടെന്ന് വെക്കും, ജോബ് പ്രോഗ്രസ്സിലേക്കൊക്കെ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലവ് അഡിക്ഷനിൽ നിന്ന് എനിക്ക് വിട്ടുപോരാനുള്ള, ഈ പാർട്ട്ണറിന് വിട്ടുപോരാനുള്ള പ്രയാസം കൊണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഒബ്സസീവ് ആയിട്ട് മറ്റേ ആളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഇതും എല്ലാം തന്നെ അതിൽ കുഴഞ്ഞു കിടന്നിട്ട് നമുക്ക് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിലോ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലോ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ എബിലിറ്റി എല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പ്രൊഫഷനും ബാക്കി ഏരിയാസിലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വളരെയേറെ ദേഷ്യം കാണിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ കുട്ടികളോടായാലും മറ്റുള്ളവരോടായാലും ഒക്കെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നമുക്ക് ഈ ഒരു രീതിയിൽ നിന്ന് ഇവരിൽ നിന്ന് നമുക്ക് കണക്ഷൻ ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും. അപ്പം ഫുള്ളി നമ്മുടെ സിസ്റ്റം, നമ്മൾ പറയത്തില്ല, രോമകൂപങ്ങൾ വരെ ഈ വ്യക്തിയുടെ ഓർമ്മയിലും ഈ വ്യക്തിയുടെ പ്രസൻസിലും ആ വ്യക്തി തരുന്ന ആ ഒരു ഫീലാണ്. ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ഭയങ്കര അബ്യൂസീവ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അയാളുടെ കൂടെ ജീവിക്കാൻ. പക്ഷെ അയാൾ തരുന്ന ആ റൊമാൻറ്റിക് ഫീലിങ്ങിലും ഇമോഷണൽ ഫീലിങ്ങിലും ആ ഹൈയിലും നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ഓരോ അണുവിലും അയാളെന്നുള്ള ഫീലിങ്ങിലേക്ക് വന്നിട്ട് നമ്മളൊരു വല്ലാത്ത ഒബ്സസീവ് ഫീലിലേക്ക്, ആ ഫിക്സേറ്റഡ് ആയിട്ട് വെരി അൺഹെൽത്തി, വെരി ടോക്സിക്, വെരി ഡിസ്ട്രക്റ്റീവ് ഫിക്സേഷനിലേക്ക്, ആ റിലേഷൻഷിപ്പ് ഫിക്സേഷനിലേക്ക് നമ്മൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാൻഡൻമെന്റ് ഇഷ്യൂസ് തന്നെയാണ്. ഫിയർ ഓഫ് അബാൻഡൻമെന്റ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടായിരിക്കും. ലോ ഓഫ് സെൽഫ് എസ്റ്റീം ആയിരിക്കും, വളരെ വൾണറബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ മുതലാണെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ലെവലിൽ നിന്ന് സെക്ഷൽ അബ്യൂസോ ഇമോഷണൽ അബ്യൂസോ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കും. അവരിൽ നിന്നൊക്കെ ഇമോഷണൽ അബ്യൂസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇങ്ങനത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പിന്നെ EUPD, അൺസ്റ്റേബിൾ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, EUPD ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പോകാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അപ്പം ലവ് അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒന്നല്ല. തെറാപ്പിസ്റ്റുകൾ പോലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ്. എനിക്ക് തന്നെ അറിയാം, എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ തെറാപ്പിസ്റ്റുകൾ പോലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് എന്ന് പറയുന്ന പോലെ വളരെ കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലവ് അഡിക്ഷനിൽ നിന്ന് ഒരാളെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ളത്. എനിക്ക് സക്സസ്ഫുൾ കേസസ് ഉള്ളത് കൊണ്ട് തന്നെ, ഞാൻ അവരെ ഡീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ വെരി വെരി കോംപ്ലക്സ് ആൻഡ് വെരി നമ്മൾ പറയത്തില്ലേ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഒരു വ്യക്തിയെ ലവ് അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. അഡിക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് അങ്ങനെയാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ അതിലേക്ക് അങ്ങോട്ട് ഇഴുകി ചേരുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഓരോന്നിനെ വിടുവിച്ചെടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അതിനെ ഹെൽത്തി ആക്കി കൊണ്ടുപോവുക എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ജോലിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെറാപ്പിസ്റ്റുകൾക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽസിന് സാധിച്ചെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ തന്നെ കൺസൾട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെന്ന വ്യക്തിത്വത്തെ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട്, സെൽഫ് ലവ് ഒക്കെ എക്സസൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് പീസ്ഫുൾ, ഹാപ്പി ആൻഡ് പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അന്ന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.